ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 3ാം ക്ലാസ്സിലെ മലയാളത്തിലെ 5ാമത്തെ യൂണിറ്റിലെ മറ്റൊരു പാഠഭാഗത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് താങ്ങും തണലും എന്നുള്ളതും അതുപോലെ തന്നെ വേദന എന്ന പാഠഭാഗവുമാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് വായിച്ചു നോക്കാം. ഇതുവരെയുള്ള ബാക്കി എല്ലാ പാഠഭാഗങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇംഗ്ലീഷ് മാത്സ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ അതും കൂടെ പോയി കാണുക. നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് കടക്കാം. താങ്ങും തണലും. കൂട്ടുചേർന്നുള്ള ജീവിതമാണ് ജനാധിപത്യത്തിൻ്റെ അടിത്തറ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ജീവിത രീതിയിൽ എല്ലാവരും തുല്യരാണ്. ഇവിടെ എല്ലാവർക്കും ചുമതലകളുണ്ട്. ഈ ചുമതലകൾ എല്ലാവരും ചെയ്യുമ്പോഴാണ് തുല്യത ഉണ്ടാവുന്നത്. താഴെ കൊടുത്ത രചന വായിക്കും. രചന ഏതാണ്? വേദന എന്നുള്ളതാണ്. നമുക്ക് വായിച്ചു നോക്കാം. നടവഴിയിൽ കണ്ട കുപ്പിച്ചില്ല് ഞാൻ എന്തേ എടുത്തു മാറ്റിയില്ല. ചെരുപ്പിട്ട കാലുകൊണ്ട് ഒന്ന് തട്ടി മാറ്റാനും തോന്നിയില്ല. തൊട്ടു പിന്നാലെ വന്ന ഏതോ ഒരു കുഞ്ഞിക്കാലടിയിൽ അത് കുത്തിക്കേറിയിട്ടുണ്ടാവില്ലേ. വാവിട്ട നിലവിളിയോടെ വഴി നീളെ ചോരയൊലിപ്പിച്ച് ഒറ്റക്കാലിൽ തത്തി എൻ്റെ അമ്മയെ സുഖേതു എഴുതിയ ഒരു കുഞ്ഞു കവിതയാണ്. ഇവിടെ എന്താണ്? നടവഴിയിൽ അല്ലേ, നമ്മൾ നടക്കുന്ന വഴിയിൽ കുപ്പിച്ചില്ല് കണ്ടപ്പോൾ അത് കാലുകൊണ്ട് പോലും തട്ടി മാറ്റാതെ പോയി. പിന്നീടാണ് ആലോചിക്കുന്നത് അവിടെ ഏതെങ്കിലും കുട്ടിയോ മറ്റോ വന്നിട്ട് അതിൻ്റെ ആ കുഞ്ഞു കാലിൽ അതൊക്കെ കുത്തിക്കേറിയിട്ടുണ്ടാവില്ലേ, എന്നിട്ട് നിലവിളിച്ചിട്ട് പോയിട്ടുണ്ടാവില്ലേ എന്നൊക്കെ അപ്പോഴാണ് ആലോചിക്കുന്നത്. അപ്പോൾ അത് പറ്റിയുള്ള ഒരു കുഞ്ഞു കവിതയാണ് ഇത് തന്നിട്ടുള്ളത്. ഇനി ഇതിന് താഴെ നമുക്ക് കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ട്. ചോദ്യങ്ങൾ നമുക്ക് വായിച്ചു നോക്കാം, ഉത്തരം കണ്ടെത്താം. ഒന്ന്, പൊതുവഴിയിലെ കുപ്പിച്ചില്ല് എടുത്തു മാറ്റുന്നത് നമ്മുടെ ചുമതലയാണോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യമായിട്ട് തന്നിട്ടുള്ളത്. നമ്മുടെ ചുമതലയാണോ? കൂട്ടുകാർക്ക് എന്താ തോന്നുന്നത്? ആണ് അല്ലേ? പൊതുവഴിയിൽ കാണുന്ന കുപ്പിച്ചില്ല് എടുത്തു മാറിയില്ലെങ്കിൽ അത് പുറകെ വരുന്നവരുടെ കാലിൽ കൊണ്ട് മുറിവാകും. അങ്ങനെ സംഭവിച്ചാൽ ആ മുറിവിന്റെ ഉത്തരവാദി നാം ആണ്. അതുകൊണ്ട് പൊതുവഴിയിൽ കാണുന്ന കുപ്പിച്ചില്ല് എടുത്തു മാറ്റേണ്ട ചുമതല നമുക്കുണ്ട്. ഒന്നും കൂടെ വായിക്കാം. പൊതുവഴിയിൽ കാണുന്ന കുപ്പിച്ചില്ല് എടുത്തു മാറിയില്ലെങ്കിൽ അത് പുറകെ വരുന്നവരുടെ കാലിൽ കൊണ്ട് മുറിവാകും. അങ്ങനെ സംഭവിച്ചാൽ ആ മുറിവിന്റെ ഉത്തരവാദി നാം ആണ്. അതുകൊണ്ട് പൊതുവഴിയിൽ കാണുന്ന കുപ്പിച്ചില്ല് എടുത്തു മാറ്റേണ്ട ചുമതല നമുക്കുണ്ട്. രണ്ടാമത്തെ ചോദ്യം, എല്ലാവരും കുപ്പിച്ചില്ല് കാലിൽ കൊള്ളാതെ നടക്കണം എന്ന് പഠിപ്പിച്ചാൽ പോരെ? നാം വഴിയിലെ കുപ്പിച്ചില്ല് എടുത്തു കളയുന്നത് എന്തിനാണ്? എന്താണ് ഉത്തരമായിട്ട് വരിക? എല്ലാവരും കുപ്പിച്ചില്ല് കാലിൽ കൊള്ളാതെ നടക്കണം എന്ന് പഠിപ്പിക്കുന്നതിനേക്കാൾ എളുപ്പം അത് ആദ്യം കാണുന്ന ആൾ തന്നെ എടുത്തു മാറ്റുന്നതല്ലേ. വഴി യാത്രക്കാരുടെ കാലിൽ കൊണ്ട് മുറിവുണ്ടാകാതിരിക്കാനാണ് നാം വഴിയിലെ കുപ്പിച്ചില്ല് എടുത്തു മാറ്റുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം, എൻ്റെ അമ്മേ എന്ന് ആരായിരിക്കും നിലവിളിച്ചത്? കാലിൽ കുപ്പിച്ചില്ല് കൊണ്ട കുട്ടിയോ അതോ കുപ്പിച്ചില്ല് കണ്ടിട്ടും വഴിയിൽ നിന്ന് മാറ്റിയിടാത്തയാളോ? ആരായിരിക്കും? കുപ്പിച്ചില്ല് കണ്ടിട്ടും വഴിയിൽ നിന്നും മാറ്റിയിടാത്ത ആളാണ് എൻ്റെ അമ്മേ എന്ന് നിലവിളിച്ചത്. കാരണം കുപ്പിച്ചില്ല് കാലിൽ കുത്തിക്കയറി വഴിനീളെ ചോര ഒലിപ്പിച്ച് ഒറ്റക്കാലിൽ തത്തി വാവിട്ട് നിലവിളിച്ചു വരുന്ന കുട്ടിയെ ഓർത്താണ് അയാൾ എൻ്റെ അമ്മേ എന്ന് നിലവിളിച്ചത്. അടുത്ത ചോദ്യം, വഴിയിലെ കുപ്പിച്ചില്ല് എടുത്തു കളയുന്ന കാര്യം മാത്രമാണോ ഈ രചനയിൽ പറയുന്നത്? മറ്റെന്തെല്ലാം സൂചിപ്പിക്കുന്നുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ്? തനിക്ക് ഒഴിവാക്കാമായിരുന്ന ഒരു അപകടം തൻ്റെ ഉത്തരവാദിത്ത കുറവ് കൊണ്ട് മറ്റൊരാൾക്ക് ആപത്തായി മാറരുത്. അങ്ങനെ സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദി താൻ തന്നെ ആയിരിക്കും എന്നും ഈ രചനയിൽ പറയുന്നുണ്ട്. ജനാധിപത്യത്തിൽ എല്ലാവർക്കും ചുമതലകൾ ഉണ്ട്. ആ ചുമതലകൾ ഏറ്റെടുക്കണമെന്നും ഈ രചനയിൽ പറയുന്നു. ഇനി അടുത്ത ചോദ്യം, കുപ്പിച്ചില്ല് വഴിയിൽ നിന്നും മാറ്റിയിടാതെ പോയ മനുഷ്യൻ ചില്ലു തട്ടി കാലിൽ മുറിവ് പറ്റിയ കുട്ടിക്ക് എഴുതുന്ന കത്ത് എപ്രകാരമായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് എഴുതാനാണ് നമ്മളുടെ അടുത്തതായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അയാൾ ആ ഒരു കുട്ടിക്ക് കത്ത് എഴുതുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുക, എന്നിട്ട് എഴുതുക. പ്രിയപ്പെട്ട മകളെ, തിരക്ക് പിടിച്ച് ഓഫീസിലേക്ക് പോകും വഴി കുപ്പിച്ചില്ല് കണ്ടിരുന്നു. എല്ലാവരും താഴെ നോക്കി നടക്കും എന്നാണ് ഞാൻ കരുതിയത്. പിന്നിലായി കളിച്ചും ചിരിച്ചും ഓടിവരുന്ന നീ ആ കുപ്പിച്ചില്ലിനടുത്തെത്തിയപ്പോഴാണ് ഞാൻ എൻ്റെ തെറ്റിനെ കുറിച്ച് ഓർത്തത്. കുപ്പിച്ചില്ല് കുഞ്ഞിക്കാലിൽ കുത്തിക്കേറിയപ്പോഴാണ് ഞാൻ എൻ്റെ തെറ്റിനെ കുറിച്ച് ഓർത്തത്. നീ വാവിട്ട് നിലവിളിച്ചപ്പോൾ കുറ്റബോധം കൊണ്ട് എൻ്റെ തല കുനിഞ്ഞുപോയി മോളെ. നിന്റെ കുഞ്ഞിക്കാലിൽ മുറിവ് പറ്റാൻ കാരണക്കാരൻ ഞാനാണല്ലോ എന്നോർത്തപ്പോൾ എനിക്ക് ഇന്നലെ ഉറങ്ങാനേ കഴിഞ്ഞില്ല. മോൾ എന്നോട് ക്ഷമിക്കുമല്ലോ. ഇനി ഒരിക്കലും ഇങ്ങനെ ഉത്തരവാദിത്തമില്ലാതെ പെരുമാറില്ല എന്ന് ഞാൻ ഇന്നലെ തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞു. മോളുടെ കാലിലെ മുറിവും വേദനയും എത്രയും പെട്ടെന്ന് മാറണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്നേഹപൂർവ്വം എന്നെഴുതിയിട്ട് പേരും കൂടെ എഴുതി ചേർക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ഒരു കത്ത് എഴുതേണ്ടത്. അടുത്തത്, ഈ പേജിൽ നൽകിയ 2 ചിത്രങ്ങൾ ശ്രദ്ധിച്ചുവോ? അവയെ അടിസ്ഥാനമാക്കി ഒരു കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നെന്താണ്? ഇതായിരുന്നു. മറ്റൊരു ചിത്രം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതിനെ രണ്ടും ഉൾക്കൊള്ളുകൊണ്ട് നമുക്കൊരു കുറിപ്പ് തയ്യാറാക്കാം.
ബസ്സിൽ കയറാൻ ക്യൂ നിൽക്കുന്നവരെയാണ് ആദ്യ ചിത്രത്തിൽ കാണാനാവുന്നത്. ആ ക്യൂ നിൽക്കുന്നവർക്കിടയിലൂടെ ഒരാൾ നുഴഞ്ഞു കയറാൻ നോക്കുന്നുണ്ട്. ഇത് ജനാധിപത്യത്തിനും നിയമത്തിനും എതിരാണ്. അതുപോലെ തന്നെ വരിയുടെ ഏറ്റവും അവസാനത്തിലായി കാല് വയ്യാത്ത ഒരു കുട്ടി നിൽക്കുന്നത് കാണാം. ആ കുട്ടിയെ ആദ്യം ബസ്സിലേക്ക് കയറ്റി കൊടുക്കുകയാണ് നന്മയും ഉത്തരവാദിത്വവും ഉള്ളവർ ചെയ്യേണ്ടത്. ഇവിടെയും ജനാധിപത്യം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്നതും ജനാധിപത്യ ലംഘനമാണ്. മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത് എന്നെഴുതി വെച്ച സ്ഥലത്ത് തന്നെ മാലിന്യം കൊണ്ടുവന്നിടുന്ന രണ്ടാളുകളെയാണ് അവിടെയുള്ളത്. നമ്മുടെ ചുറ്റുപാടും വൃത്തിയായി സൂക്ഷിക്കേണ്ട ചുമതല നാം ഓരോരുത്തർക്കുമാണ്. ഇവിടെ ആ ചുമതല അവർ മറന്നിരിക്കുന്നു. നമ്മുടെ നാട് നന്നാവണമെങ്കിൽ നാം ഓരോരുത്തരും നന്നാവേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ചുമതലകളും കടമകളും ഉത്തരവാദിത്തങ്ങളും നമ്മൾ മറന്നു പോകരുത്. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരും എല്ലാവരോടും കരുണയുള്ളവരുമായി നമ്മൾ മാറണം. ഒരാൾക്കെങ്കിലും താങ്ങായും തണലായും മാറാൻ നമുക്ക് സാധിക്കണം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നിങ്ങൾ ഇതിനൊരു കുറിപ്പ് തയ്യാറാക്കേണ്ടത്. ഇനി അടുത്ത പാഠം എന്ന് പറയുന്നത് ആശംസ എന്നുള്ളതാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.